ഇനി അടുത്ത നമുക്ക് നോക്കേണ്ടത് എങ്ങനെ നമുക്ക് Next.js-നകത്ത് നമുക്ക് കസ്റ്റം കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ റിയാക്റ്റിനകത്ത് കസ്റ്റം കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ നമുക്ക് Next.js-ലും ചെയ്യാൻ പറ്റും. സോ അതിന് മുന്നേ എനിക്ക് ലേഔട്ട്സിനെ പറ്റി കുറച്ച് പറയാനുണ്ട്. ഇവിടെ നമുക്ക് layout.tsx ഫയൽ എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്. ഇതിനകത്ത് ആപ്പ് ഫോൾഡറിനകത്ത്, അതായത് മെയിൻ പേജിന്റെ ലേഔട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ലേഔട്ട് എന്ന് പറഞ്ഞാൽ ആക്ച്വലി പേജിന്റെ ഒരു റാപ്പിംഗ് സിസ്റ്റമാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നെസ്റ്റഡ് പേജസിനകത്തും നമുക്ക് ഇൻഡിവിജ്വലായിട്ട് നമുക്കൊരു ലേഔട്ട് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ മീൽസിന്റെ ഫോൾഡറിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു പേജ് എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്. അതിനകത്ത് നമുക്കൊരു ലേഔട്ട് പറഞ്ഞു കൊടുക്കാം. ആ ലേഔട്ട് നമ്മൾ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ അത് മീൽസിനകത്ത് ഉള്ള പേജിന്റെ റാപ്പിംഗ് ആണ് ഈ നെസ്റ്റഡ് ലേഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെസ്റ്റഡ് ലേഔട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുത്താൽ നമുക്കിവിടെ ലേഔട്ടിനകത്ത് ഇവിടെ ചിൽഡ്രൻ എന്ന് പറയുന്നത് ഈ റൂട്ട് ലേഔട്ടാണ് നമ്മുടെ മെയിൻ ഫംഗ്ഷൻ. അതിനകത്ത് ഈ ചിൽഡ്രൻ വരുന്നത് ഒന്നുകിൽ നെസ്റ്റഡ് പേജസ് വരാം, അതുപോലെ തന്നെ നെസ്റ്റഡ് ലേഔട്ടും വരാം. അപ്പം അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പറയേണ്ടത് നമുക്ക് എങ്ങനെ നമുക്കൊരു കസ്റ്റം കോമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന. എനിക്കൊരു ഹെഡർ എന്ന് പറഞ്ഞൊരു സെക്ഷൻ വേണം, അതായത് ഒരു ഹെഡർ എലിമെൻറ്റ്. ഇപ്പോൾ ഈ ഒരു HTML ഈ ബോഡിക്കകത്ത് തന്നെ എനിക്ക് ഇത് വേണമെങ്കിൽ ഇത്രയും സംഭവങ്ങൾ എനിക്കൊരു കോമ്പോണൻറ്റിനകത്ത് ഒരു കസ്റ്റം കോമ്പോണൻറ്റിൽ ക്രിയേറ്റ് ചെയ്ത് എനിക്കിവിടെ സ്പെസിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. അത് നമുക്ക് ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ എനിക്കൊരു ഹെഡറിൻ്റെ ഒരു സെക്ഷൻ എനിക്കിവിടെ ചെയ്യണം. അത് ഞാനൊരു കസ്റ്റം കോമ്പോണൻറ്റിനകത്താണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. ഇപ്പോൾ ഇവിടെ ഞാനിവിടെ ഒരു മെയിൻ ഹെഡർ എന്ന് പറഞ്ഞൊരു കസ്റ്റം കോമ്പോണൻറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ചിൽഡ്രന് മുന്നെയാണ്. കാരണം ചിൽഡ്രൻ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു പേജാണ് അവിടെ എക്സ്പെക്ട് ചെയ്യുന്നത്. പേജോ അല്ലെങ്കിൽ നെസ്റ്റഡ് പേജസോ അല്ലെങ്കിൽ നെസ്റ്റഡ് ലേഔട്ട് ആയിരിക്കും വരുന്നത്. അപ്പം നമുക്ക് മെയിൻ ഹെഡറിനകത്ത് ഒരു കസ്റ്റം കോമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ എവിടെ ക്രിയേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇവിടെ കോമ്പോണൻസ് ഫോൾഡർ ഞാൻ ആക്ച്വലി മെയിൻ പ്രോജക്റ്റിൻ്റെ ഫോൾഡറിനകത്താണ് ഞാൻ ഈ കോമ്പോണൻസ് എന്ന് പറഞ്ഞ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് ഞാനൊരു ഹെഡർ എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്താണ് ഞാൻ എൻ്റെ കസ്റ്റം കോമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ മെയിൻ ഹെഡറിനകത്ത് വരുന്നത് എനിക്കിവിടെ റിട്ടേൺ ചെയ്യുന്നത് ഒരു ഹെഡർ ആയിരിക്കും. ആ ഹെഡറിനകത്ത് വരുന്നത് ഒരു ലിങ്ക് കാണും, അതുപോലെ ഒരു നാവിഗേഷൻ ലിസ്റ്റും കാണും. ഓക്കെ, അപ്പോൾ ലിങ്കിനകത്ത് വരുന്ന href = എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഹോം പേജിലേക്കാണ് വരുന്നത്. അതുപോലെ img എന്ന് പറയുന്നത് ഒരു ഇമേജ് ആണ് നമ്മളിവിടെ എക്സ്പെക്ട് ചെയ്യുന്നത്, logo.src എന്ന് പറയുന്നത്. ആക്ച്വലി ഈ ലോഗോ എന്ന് പറയുന്നത് നമ്മളിവിടെ ആസറ്റ്സിനകത്ത് നമുക്കിവിടെ ഒരുപാട് ഇമേജസ് ഉണ്ട്. അതിൽ ഒരെണ്ണമാണ് ലോഗോ png ഞാനിവിടെ ഇമ്പോർട്ട് ചെയ്യാൻ വരുന്നത്. അപ്പോൾ അവിടെ ഞാനിവിടെ logo.png ഇവിടെ ഞാനിവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ img src = logo.src എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ലോഗോ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റാണ്. ആ ഒബ്ജക്റ്റിനകത്ത് പല വാല്യൂസും കാണും. അതിനകത്ത് നമ്മൾക്ക് വേണ്ടത് src ആണ്. src എന്ന് പറഞ്ഞ കീ ആണ്. അതിനകത്തായിരിക്കും നമ്മുടെ ഇമേജിൻ്റെ പാത്ത് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ .src എന്ന് പറഞ്ഞു കൊടുക്കും. alt = നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കുക. ഞാനിവിടെ a plate of food എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. നാവിഗേഷൻ ലിങ്കിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ലിസ്റ്റാണ് ഇവിടെ വന്നിരിക്കുന്നത്, രണ്ട് ലിങ്ക്. ഒന്ന് ബ്രൗസ് മീൽസ് ഉണ്ട്, പിന്നെ ഒന്ന് ഫുഡീസ് കമ്മ്യൂണിറ്റി. ബ്രൗസ് മീൽസ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മീൽസിൻ്റെ റൂട്ടിലേക്ക് പോകും. മീൽസ് റൂട്ടിൽ എന്ന് പറഞ്ഞാൽ ഈ മീൽസ് എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് ഇവിടെ അങ്ങ് റൂട്ട് ചെയ്ത് അങ്ങ് പോകും. അതുപോലെ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഈ കമ്മ്യൂണിറ്റി ഫോൾഡറിനകത്തോട്ടുള്ള ലിങ്കിലായിരിക്കും പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ക്രിയേറ്റ് ചെയ്തത്. ഇപ്പോൾ ഇത്രയും ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ മെയിൻ ഹെഡർ എവിടെ വിളിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ പേജിനകത്ത്, അതായത് ആപ്പ് ഫോൾഡറിനകത്തുള്ള പേജ് ഫയലിനകത്ത്, പേജ് അല്ല ലേഔട്ടിനകത്ത് നമ്മളിവിടെ ചിൽഡ്രൻ്റെ മേളിൽ നമ്മൾ മെയിൻ ഹെഡർ എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനിത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ആക്ച്വലി ഇതിന് നമ്മളൊരു സ്റ്റൈലിംഗ് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ സ്റ്റൈലിംഗ് പറഞ്ഞു കൊടുക്കാനായിട്ട് ഞാനിവിടെ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഈ കോമ്പോണൻസിനകത്ത് ഹെഡർ ഫയലിനകത്ത് തന്നെ ഞാനൊരു header.module.css, ഇത് തന്നെ CSS മൊഡ്യൂൾസ് എന്ന് പറയും. ഇത് ആക്ച്വലി ഞാൻ റിയാക്റ്റിൻ്റെ ട്യൂട്ടോറിയലിൽ ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിൽ നോക്കാം.
ഇത് CSS മൊഡ്യൂളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പല സ്റ്റൈലിംഗ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ടെയിൽ വിൻഡ് എടുക്കാം, അല്ലെങ്കിൽ ബൂട്ട് സ്ട്രാപ്പ് രീതിയിൽ പോവാം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഹെഡർ CSS മൊഡ്യൂളാണ്. അപ്പോൾ ഇത്രയും CSS സ്റ്റൈല് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങളത് കോപ്പി ചെയ്ത് നിങ്ങളുടെ പ്രോജക്റ്റിനകത്തോട്ട് ഇടുക. ഓക്കെ. അപ്പോൾ ഈ ഒരു module.css ഫയൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഹെഡർ ഫയലിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഞാനിവിടെ ഇമ്പോർട്ട് ക്ലാസ്സസ് ഫ്രം ./header module.css എന്ന് പറഞ്ഞ് ഞാനിവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഏത് നെയിം വേണമെങ്കിലും കൊടുക്കാം. ക്ലാസ്സസ് എന്ന് പറഞ്ഞാണ് ഞാനിവിടെ നെയിം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാനിവിടെ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് ഹെഡറിന് ഇവിടെ സ്റ്റൈൽ പറഞ്ഞു കൊടുക്കാം. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ ഒരു ഹെഡറിന് ഇവിടെ ഒരു സ്റ്റൈൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഹെഡറിന് ഇവിടെ ക്ലാസ് നെയിം ഈക്വൽ ടു, നമുക്ക് കോഡ്സ് അല്ല വേണ്ടത്, ഇവിടെ ഞാൻ ക്ലാസ്സസ് ഡോട്ട് ഹെഡർ. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്കിവിടെ ഈ ഹെഡറിൻ്റെ സ്റ്റൈലായിരിക്കും ഇവിടെ വരുന്നത്. ഓക്കെ. അതിനുശേഷം ഞാനിവിടെ ലിങ്കിന് ഞാനിവിടെ ഒരു ക്ലാസ് നെയിം എന്ന് പറഞ്ഞു കൊടുക്കും. അത് ആക്ച്വലി ഇവിടെ നമുക്ക് വേണ്ടത് ലോഗോയാണ്. കാരണം ഇവിടെ ലിങ്കിനകത്ത് വരുന്നത് ഒരു ഇമേജ് ലോഗോയാണ്. ആ ലോഗോൻ്റെ സ്റ്റൈലാണ് നമുക്കിവിടെ വേണ്ടത്. സോ ഇവിടെ ലോഗോ എന്ന് പറഞ്ഞ ഒരു ക്ലാസ് നെയിം ഉണ്ട്. അത് ഞാനിവിടെ ഹെഡർ മാറ്റിയിട്ട് ഇവിടെ ലോഗോ എന്ന് പറഞ്ഞു കൊടുക്കും. അതുപോലെ തന്നെ നാവിഗേഷനും ഉണ്ട്. ഓക്കെ. അതിന് ഞാനിവിടെ ക്ലാസ് നെയിം ഞാനിവിടെ കോപ്പി ചെയ്തിട്ട് .nav എന്ന് പറഞ്ഞ് കൊടുക്കാം. ഓക്കെ. ഇത്രയും സേവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇവിടെ സ്റ്റൈല് വന്നിട്ടുണ്ട്. ഓക്കെ. സോ ഇത്രയും ഇതാണ് ഹെഡർ സെക്ഷൻ. നമ്മുടെ ഹെഡർ സെക്ഷൻ നമ്മളൊരു കസ്റ്റം കോമ്പോണന്റിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഇപ്പോൾ ഈ സ്റ്റൈലിംഗ് ഞാനിവിടെ മൊഡ്യൂൾ CSS കൊടുക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു CSS, ഒരു globals.css എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്. ഇത് ആക്ച്വലി എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ പ്രോജക്റ്റിനകത്ത് എല്ലാ സ്റ്റൈലിലും അപ്ലൈ ചെയ്യും. ഇപ്പം ഞാനിവിടെ ഒരു ഹെഡറിന് ഇവിടെ കൊടുക്കുകയാണെങ്കിൽ, ഹെഡറിന് ഇവിടെ ഒരു സ്റ്റൈൽ കൊടുക്കുകയാണെങ്കിൽ ആ ഹെഡറിൻ്റെ എല്ലാത്തിലും എവിടെയൊക്കെ ഹെഡർ എലമെൻ്റ് ഉണ്ടോ അവിടെയൊക്കെ എല്ലായിടത്തും സ്റ്റൈൽ ചെയ്യും. പക്ഷേ എനിക്ക് ഹെഡറിന് മാത്രം ഇവിടെ, അതായത് ഹെഡർ സെക്ഷൻ മാത്രം സ്റ്റൈൽ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ സ്റ്റൈൽ ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ അതിനൊരു ഇൻഡിവിജ്വലായിട്ടൊരു CSS മൊഡ്യൂൾ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു CSS ഫയൽ ആക്ച്വലി ഹെഡറിന് മാത്രമേ ഇവിടെ സ്റ്റൈൽ ആകത്തുള്ളൂ. ബാക്കിയുള്ള ഫയൽസിനൊന്നും എഫക്റ്റ് ചെയ്തില്ല. ഓക്കെ. സോ ഇത്രയാണ് നമ്മുടെ ഒരു കസ്റ്റം കോമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ നമ്മളിവിടെ സ്റ്റൈലും അപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനകത്ത് ഇടുക. ഓക്കെ, ബൈ.